കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷന്മാരിൽ സമ്പൂർണ്ണ പരാജയമായ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം കൊണ്ടുവന്നതെല്ലാം ഈ പറഞ്ഞ സെമി കേഡർ, CUC, യൂണിറ്റ് കമ്മിറ്റി ഒക്കെ പൊളിഞ്ഞ് തരിപ്പണമായി. ഇതെല്ലാം 137 കണ്ടല്ലേ നമ്മളിതിന് കൊടുത്ത ശബ്ദരേഖ. ഇത് VD സതീശനും K സുധാകരനുള്ള ശബ്ദരേഖയിൽ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യാണ് പരാജയങ്ങൾ ഓരോന്നും കണക്കില്ല, പിരിച്ച പണം എവിടെ. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ, വളരെ പ്രധാനപ്പെട്ടത്. അതും തെരഞ്ഞെടുപ്പ് കാലത്തായി സെമി കേഡർ സംവിധാനം ഉണ്ടാക്കിയ കോൺഗ്രസിനകത്താണ് ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്ത സ്ഥിതി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുണ്ടായത്. അത് വലിയ വിഷയമാണ്. ഈ പറഞ്ഞ സുധാകരൻ കണ്ണൂരിലെ പൊളിറ്റിക്സിൽ CPM-നെ ഇഞ്ചോടിഞ്ച് നേരിട്ട് പോരാടുന്നു എന്ന നിലയിലേക്ക് ഒരു പ്രൊജക്ഷനിലേക്ക് വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ കോൺഗ്രസ് നിയന്ത്രിക്കാൻ കഴിവും പക്വതയുള്ള ഒരാളല്ല എന്നന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. മുല്ലപ്പള്ളിയെ അവഹേളിച്ചിറക്കി വിട്ടതിന് ശേഷം ഇന്നുവരെ മുല്ലപ്പള്ളി KPCC ആസ്ഥാനത്ത് കയറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്ന് K സുധാകരൻ ഈ KPCC വടകരയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പോയിട്ടുണ്ടോ സംശയമുണ്ട്. ഷാഫി വീട്ടിൽ പോയി കാണുക. വിശ്വസ്തരോട് മുല്ലപ്പള്ളി വിളിക്കുമ്പോൾ ടെലിഫോണിലൂടെ മാത്രമാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. പറയുന്നത് എന്ന് ഈ പറഞ്ഞ മനുഷ്യൻ KPCC ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകും അന്ന് മാത്രമേ ഞാൻ ഇന്ദിരാഭവനിൽ വരുമെന്ന് പറഞ്ഞിട്ട് ശബ്ദമെടുത്ത് മാറിപ്പോയ ആളുണ്ട്, VS സുധീരൻ. അതുകൊണ്ട് സമ്പൂർണ്ണ പരാജയമാണ്. പക്ഷേ ശരത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പൂർണ്ണമായി ബ്ലെയിം ചെയ്ത് സുധാകരനിലേക്ക് മാത്രം മാറ്റാനുള്ള ശ്രമം VD സതീശൻ നടത്തുന്നുണ്ട്. കാരണം ഈ സമ്പൂർണ്ണമായിട്ടുള്ള നേതൃമാറ്റമല്ല, ഇതിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് നമ്മൾ സംഘടന 137 ചലഞ്ചിന്റെ ശബ്ദരേഖയിലും അത് തന്നെയാണ് നമ്മൾ മനസ്സിലായത്. ആ ശബ്ദരേഖ അങ്ങനെ വെറുതെ പുറത്തു വന്നൊന്നുമല്ല, അത് നമുക്ക് ഉറപ്പായിട്ട് സുധാകരനാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി. ഞാൻ ഇതിനെ ചോദ്യം ചെയ്യുന്ന അവിടെയാണ് ഞാൻ പറഞ്ഞത് K സുധാകരൻ അതിന് മറുപണി തുടങ്ങിക്കഴിഞ്ഞു.